ഈ ഫോട്ടോയിൽ കാണുന്ന ശ്രീനന്ദമോൾ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. വളരെ കഴിവുകളുള്ള, വളരെ ആക്റ്റീവായിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നതിൽ നമുക്കിപ്പോഴും വ്യക്തതയില്ല. പോലീസിൻ്റെ ഭാഷയിൽ ഈ പെൺകുട്ടി സെൽഫി എടുക്കുന്നതിനിടെ കാലുവഴുതി വീണു എന്നാണ്. എന്തൊക്കെ തന്നെയാണെങ്കിലും ഈ പെൺകുട്ടിയുടെ അംഗീകാരങ്ങളും ഈ പെൺകുട്ടി കിട്ടിയ മൊമെൻറ്റുകളും സർട്ടിഫിക്കറ്റുകളൊക്കെ കാണുന്നേരം നമ്മൾക്ക് തന്നെ വലിയൊരു വേദനയാണ്. അപ്പോൾ ഈ കുടുംബം എങ്ങനെയാണ് ഇതൊക്കെ താങ്ങുക എന്നുള്ളതാണ്. വളരെ സന്തോഷത്തോടു കൂടി, ആഹ്ലാദത്തോടു കൂടി, എക്സ്പെക്റ്റേഷനോട് കൂടി അച്ഛൻ്റെയും അമ്മയുടെയും കൈ പിടിച്ച് പോയ മകൾ തിരിച്ചു വരുന്നത് ജീവനില്ലാത്ത ചേതനയേറ്റ ശരീരവുമായിട്ടാണ്. ആ ഒരു വേദന അവർക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. അവർ ആ യാത്രയെ തന്നെ, അങ്ങനൊരു യാത്ര തന്നെ വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്നുണ്ടാവും. പിന്നെ ആ 5 മിനിറ്റ് സമയം ഈ കുട്ടിയെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, ഞങ്ങളൊരു അശ്രദ്ധ മൂലമാണല്ലോ ഈ കുഞ്ഞിനെ ആ സമയത്ത് ഞങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ആ കുഞ്ഞ് ജീവിച്ചിരുന്നേനെ എന്ന് ആ മാതാപിതാക്കൾ ഓരോ നിമിഷവും ചിന്തിച്ചു പോകും. ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടി വലിയ കഴിവുകളുള്ളൊരു കലാപ്രതിഭ തന്നെയാണ്. ആ സ്കൂളിനും ആ നാടിനും ആ സമൂഹത്തിനുമൊക്കെ വലിയൊരു നഷ്ടം തന്നെയാണ് ഈ പെൺകുട്ടി. ഈ കുട്ടി എത്ര കഴിവുണ്ടെങ്കിലും കഴിവില്ലെങ്കിലും മാതാപിതാക്കളുടെ നഷ്ടം അത് നഷ്ടം തന്നെയാണ്. എന്നാലും എന്താ പറയുക, ഒരു കുഞ്ഞിനെ നഷ്ടപ്പെടുന്നവർക്ക് ആ മാതാപിതാക്കളുടെ വേദന മനസ്സിലാകുകയുള്ളൂ. ആ മോൾക്ക് ഇപ്പോഴും എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് വ്യക്തമല്ല. വളരെ ആക്റ്റീവായിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. അവൾക്ക് ചിലപ്പം ആ വ്യൂ പോയിന്റിൽ നിന്ന് ഒരു അടിപൊളി ഫോട്ടോ ലഭിക്കണം എന്നായിരിക്കും. അതല്ലെങ്കിൽ കാഴ്ചകൾ കാണുന്നതിനിടയിൽ കാല് വഴുതി വീണതായിരിക്കാം. അതല്ലെങ്കിൽ മറ്റാരെങ്കിലും, അച്ഛനും അമ്മയും പറയും പോലെ ആരെങ്കിലും അപായപ്പെടുത്താൻ ശ്രമിച്ചതാണോ എന്നതിലും യാതൊരു വ്യക്തതയുമില്ല. എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ കുഞ്ഞിനെ കാണുന്നേരം മനസ്സിന് വല്ലാത്തൊരു വേദന. അപ്പോൾ ഈ മാതാപിതാക്കൾ എങ്ങനെയാണ് അത് സഹിക്കുക എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഓരോ കുഞ്ഞുങ്ങളും ഓരോ മാതാപിതാക്കൾക്കും ഇത് തന്നെയായിരിക്കും കേട്ടോ, പ്രത്യേകത തന്നെയായിരിക്കും. അവർ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടാൻ ആരും ആഗ്രഹിക്കുന്നതല്ലല്ലോ. പക്ഷെ ചില നഷ്ടങ്ങൾ നമ്മൾ സഹിച്ചല്ലേ പറ്റുള്ളൂ. അങ്ങനെ ശ്രീനന്ദമോളുടെ മാതാപിതാക്കൾക്കും സഹിക്കാനുള്ളൊരു കരുത്ത് ദൈവം നൽകട്ടെ, അവരനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ശ്രീനന്ദമോളോട്, മോളെ നീ ഞങ്ങൾക്കൊക്കെ നഷ്ടം തന്നെയാണ്, വലിയ നഷ്ടം.